മാർച്ച് 29-ാം തീയതിയിലെ UPSC സിവിൽ സർവീസ് എക്സാമിന് റിലവൻ്റ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്കുകളാണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നതായിട്ടുള്ളത്. അത് ആദ്യത്തെ ഫ്രീ സ്പീച്ച് എന്ന് പറയുന്നത് ഒരു ഹെൽത്തി സൊസൈറ്റിയുടെ ഇൻറ്റഗ്രൽ പാർട്ടാണെന്നാണ് സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത്. ഇത് ആക്ച്വലി ഗുജറാത്ത് പോലീസ് എടുത്തിട്ടുള്ള ഒരു കേസിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ്, കോൺഗ്രസ് MPക്ക് എഗെയിൻസ്റ്റ് എടുത്ത കേസുമായി ബന്ധപ്പെട്ടാണ്, അദ്ദേഹത്തിൻ്റെ ഒരു കവിതയുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് ഈ ഒരു ഉത്തരവ് അല്ലെങ്കിൽ സുപ്രീം കോടതിയുടെ ഒബ്സർവേഷൻ വന്നിട്ടുള്ളത് എന്നുകൂടി ഓർത്തു വയ്ക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ സുപ്രീം കോടതി റൂൾ ചെയ്തിട്ടുള്ളതാണ് റൈറ്റ് ടു ഫ്രീ സ്പീച്ച് എന്ന് പറയുന്നത്. ഫ്രീ സ്പീച്ച് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ആർട്ടിക്കിൾ 19 ക്ലോസ് 1 ക്ലോസ് എ 19 ക്ലോസ് 1 ക്ലോസ് എയിലാണ് ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയിലെ ഫണ്ടമെന്റൽ റൈറ്റ്സിലെ ഒരു റൈറ്റ് ആണ്, നമ്മുടെ ഇന്ത്യക്കാർക്കുള്ള ഒരു റൈറ്റ് ആണെന്ന് ഓർത്തുക. അപ്പോൾ നമുക്കത് പോയട്രിയിലൂടെയും കവിതയിലൂടെ ആയിക്കോട്ടെ, തിയേറ്റർ രൂപത്തിലായിക്കോട്ടെ, സ്റ്റാൻഡ് അപ്പ് കോമഡിയിലൂടെ ആയിക്കോട്ടെ, നമുക്ക് ആ ഒരു ഫ്രീ സ്പീച്ചിനുള്ള അവകാശമുണ്ട്. അത് സംരക്ഷിക്കേണ്ടത് സ്റ്റേറ്റിന്റെ ഉത്തരവാദിത്തമാണ് എന്നുള്ളതാണ് സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കോൺഗ്രസ് MP ആയിട്ടുള്ള ഇമ്രാൻ പ്രതാപ ഗദ്ദി, അദ്ദേഹത്തിന്റെ ഒരു കവിത, അദ്ദേഹത്തിന്റെ ഒരു പോയം ഉണ്ടായിരുന്നു, സഫറിങ് ഇൻജസ്റ്റിസ് വിത്ത് ലവ് എന്ന് പറഞ്ഞിട്ടുള്ള കവിത ഉണ്ടായിരുന്നു. ഇതിനെതിരെയാണ് കേസ് ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് എനിമിറ്റി ഉണ്ടാക്കുന്നു, അതായത് കാസ്റ്റും റിലീജിയനും എതിരായിട്ട് എനിമിറ്റി, ശത്രുത ഉണ്ടാക്കുന്ന രീതിയിലാണ്, ജാതിയും മതത്തിന്റെയും പേരിലൊക്കെ ശത്രുത ഉണ്ടാക്കുന്ന ഒരു പോയമാണ് എന്ന് പറഞ്ഞിട്ടാണ് കേസ് ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ജഡ്ജ്മെന്റിൽ പറഞ്ഞു ഫ്രീ സ്പീച്ച് എന്ന് പറയുന്നത് ഒരിക്കലും നമ്മൾ തടയാൻ പാടില്ല എന്നുള്ളതാണ്. ഒരാൾക്ക് ഫ്രീ ആയിട്ട് അവരുടെ അഭിപ്രായങ്ങൾ പറയാനുള്ള ഒരു സ്വാതന്ത്ര്യം നമ്മുടെ രാജ്യത്ത് ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. അപ്പൊ ജസ്റ്റിസ് ബുയ്യൻ അദ്ദേഹം ഒബ്സർവ് ചെയ്തിരിക്കുന്നത് വെച്ചാൽ ഈ ഒരു ഫ്രീ സ്പീച്ച് എന്ന് പറയുന്നത് അത് റീസണബിൾ ആയിരിക്കണം, അതൊരിക്കലും ഒപ്രസീവ് ആക്കരുത്, ഒരിക്കലും റെസ്ട്രിക്ഷൻസ് ഓൺ ദ ഫ്രീ സ്പീച്ച് അത് ഒപ്രസീവ് ആവരുത് എന്നുള്ളതാണ്. അപ്പോൾ ഒരു ഹെൽത്തി സൊസൈറ്റിക്ക് ഫ്രീ സ്പീച്ച് എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമാണ്. ഒരു ഡെമോക്രാറ്റിക് സിസ്റ്റം എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഫ്രീ സ്പീച്ച് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ ഇത് അൺപോപ്പുലർ ആണ് അല്ലെങ്കിൽ അത്ര സ്വീകാര്യമല്ലാത്തൊരു ഐഡിയോളജി ആണ് എന്നുള്ളത് കൊണ്ട് അതിനെ സപ്രസ് ചെയ്യാൻ പാടില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതോറിറ്റീസ് കുറച്ചുകൂടി കറേജിയസ് ആവണം. ഇത്തരത്തിൽ ചെറിയ ചെറിയ പ്രതിഷേധങ്ങളുടെ പേരിൽ പോലും നിരോധനവും മറ്റുമൊന്നും ഏർപ്പെടുത്തുന്ന രീതിയിലേക്ക് ആവരുത് എന്നുള്ളതാണ് ഇവിടെ കോടതിയുടെ ഒബ്സർവേഷൻ വന്നുള്ളത്. കാരണം ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ എന്ന് പറയുന്നത് വളരെ വളരെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഒരു റൈറ്റ് ആണ് എന്ന് കൂടി ഓർത്ത് വെക്കാം. അടുത്തൊരു വാർത്ത, മ്യാൻമാറിൽ ഒരു വലിയ ഭൂകമ്പം ഉണ്ടായിട്ടുണ്ടായിരുന്നു. റിച്ചർ സ്കെയിലിൽ 7.7 മാഗ്നിറ്റ്യൂഡുള്ള ഭൂകമ്പത്തിലെ വലിയ നാശനഷ്ടമാണ് ഉണ്ടായിരുന്നത്. 144ഓളം ആൾക്കാർ തുടക്കത്തിൽ മരണപ്പെട്ടു, അത് 1000-ലധികം വർദ്ധിച്ചു എന്നുള്ള കണക്കുകളും വരുന്നുണ്ടെന്ന് ഓർത്ത് വെക്കാം. അപ്പോൾ റിച്ചർ സ്കെയിലിൽ 7.7 റിപ്പോർട്ട് ചെയ്തിട്ടുള്ള മാഗ്നിറ്റ്യൂഡ് റീസെന്റ് ആയിട്ട് മ്യാൻമാറിൽ ഉണ്ടായിരുന്നു. അതിനുശേഷം 6.4 മാഗ്നിറ്റ്യൂഡുള്ള മറ്റൊരു ആഫ്റ്റർ ഷോക്ക് മാഗ്നിറ്റ്യൂഡുള്ള ഭൂകമ്പം ഉണ്ടായിരുന്നത്. അപ്പം മ്യാൻമാറിലും തായ്ലൻഡിലുമാണ് വൈഡ് സ്പ്രെഡ് ആയിട്ടുള്ള ഡിസ്ട്രക്ഷൻ ഉണ്ടായിട്ടുള്ളത്. ഏകദേശം 144ഓളം ആൾക്കാർ മ്യാൻമാറിൽ കൊല്ലപ്പെട്ടു എന്നാണ് തുടക്കത്തിലുള്ള വാർത്ത. തായ്ലൻഡിൽ 8ഓളം പേരും, എന്നാൽ ഇത് പിന്നീട് 1000-ലധികത്തിലേക്ക് വർദ്ധിച്ചിട്ടുണ്ടായിരുന്നു എന്ന് ഓർത്തുക. അപ്പോൾ ഇതിന്റെ ഭാഗമായിട്ട് ഏകദേശം 6ഓളം ഡിസ്ട്രിക്റ്റുകളിൽ 6ഓളം റീജിയൻസിൽ എമർജൻസി ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. മ്യാൻമാർ മിലിറ്ററി ലീഡറായിട്ടുള്ള മിൻ ഓങ് എല അദ്ദേഹം ഇന്റർനാഷണൽ സഹായം റിലീഫ് എഫേർട്ടിന് വേണ്ടിയിട്ട് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. മ്യാൻമാർ എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ തൊട്ടടുത്തുള്ള രാജ്യമാണ്. മുന്നേ ബർമ എന്നാണ് വിളിച്ചത്. സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ കൺട്രിയാണ്. അപ്പോൾ ഇന്ത്യയും ബംഗ്ലാദേശും ഒരു സൈഡിൽ ബോർഡർ ഉണ്ട്, ചൈനയുണ്ട്, ലാവോസും തായ്ലൻഡും താഴെ ബോർഡർ ഉണ്ട്, പിന്നെ ആൻഡമാൻ സീയും ബേ ഓഫ് ബംഗാളും ഉണ്ട്. ഇവരുടെ ക്യാപിറ്റൽ സിറ്റി എന്ന് പറഞ്ഞാൽ നെയ്പിഡോ ആണ്. ഇവിടുത്തെ ലാർജസ്റ്റ് സിറ്റി എന്ന് പറഞ്ഞാൽ യാങ്കൂൺ ആണ്. നേരത്തെ റംഗൂൺ എന്ന് വിളിച്ച സിറ്റിയാണ്. ഹിസ്റ്റോറിക്കലി വളരെ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഒരു പ്രദേശം കൂടിയാണ് മ്യാൻമാർ എന്ന് കൂടി ഓർത്ത് വെക്കുന്നതാണ്. ഇവിടെ പ്രൊമിനന്റ് ആയിട്ടുള്ള മൗണ്ടൻ റേഞ്ചസ് ഉണ്ട്. റഖൈൻ യോമ, ബാഗോ യോമ, ഷാൻ ഹിൽസ്, ടെനസിരം ഹിൽസ്, ചിൻ ഹിൽസ്, നാഗ ഹിൽസ് തുടങ്ങിയിട്ടുള്ളവയൊക്കെ ഉണ്ട്. ഇവിടുത്തെ ഒരു പ്രശസ്തമായിട്ടുള്ള നദിയാണ് ഇറാവാദി റിവർ എന്ന് കൂടി ഓർത്ത് വെക്കുക. മ്യാൻമാറിലെ പ്രിൻസിപ്പൽ റിവർ ആണെന്ന് ഓർത്ത് വെക്കുക. അതിന്റെ സെന്ററിലൂടെ ഒഴുകുന്നതാണ്. കൂടാതെ മേക്കോങ് റിവറും സാൽവീൻ റിവറും ഇവിടെയുണ്ട്. സിത്വേ എന്ന് പറയുന്ന പോർട്ടും വളരെ ഫേമസ് ആണ്. ഇതൊരു ഡീപ്പ് വാട്ടർ പോർട്ടാണ്. ഇന്ത്യയുടെ സഹായത്തോടു കൂടി 2016 സിത്വയിൽ കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ള പോർട്ടാണ് എന്ന് ഓർത്ത് വെക്കുക. ഇത് മ്യാൻമാറിലെ റഖൈൻ സ്റ്റേറ്റിലാണ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് എന്ന് കൂടി ഓർത്ത് വെക്കുന്നത്. അപ്പൊ മ്യാൻമാർ അതിന്റെ ലൊക്കേഷൻ ഇമ്പോർട്ടന്റ് ആണ്. ഇന്ത്യയുടെ അയൽത്ത് രാജ്യമാണെന്ന് ഓർത്ത് വാർത്തകളിൽ വരുന്ന രാജ്യങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇതാണ് മ്യാൻമാർ എന്ന് പറഞ്ഞാൽ. ഇതാണ് യങ്കൂൺ ലാർജസ്റ്റ് സിറ്റി. നെയ്പിയു ഇത് ഇവിടെയാണ് വരുന്നതായിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ബേ ഓഫ് ബംഗാൾ. അതിർത്തി രാജ്യങ്ങൾ നമുക്ക് തായ്ലൻഡിനെ കാണാൻ പറ്റും, ലാവോസിനെ കാണാൻ പറ്റും, ചൈനയെ കാണാൻ പറ്റും, ബംഗ്ലാദേശിനെ കാണാൻ പറ്റും, ഇന്ത്യയെ കാണാൻ പറ്റും, പിന്നെ ആൻഡമാൻ സീയും ബേ ഓഫ് ബംഗാളും അടുത്തടുത്ത് വരുന്നതായിട്ടും നമുക്ക് കാണാൻ വേണ്ടി പറ്റും എന്ന് കൂടി ഓർത്ത് വെക്കുക. അപ്പോൾ മ്യാൻമാർ ഓർത്തു വയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അടുത്തൊരു വാർത്ത, കർണാടകയിലെ മിനറൽ ടാക്സ് ബില്ല് അത് ഗവർണർ പ്രസിഡന്റിന് വേണ്ടിയിട്ട് റിസർവ് ചെയ്തു എന്ന് പറഞ്ഞിട്ടുള്ള വാർത്തയാണ്. പ്രസിഡന്റിന് വേണ്ടി കൊടുത്തു എന്നുള്ള വാർത്തയാണ്. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ മിനറൽ ടാക്സിങ് എന്ന് പറയുന്ന വിഷയത്തിൽ റീസെന്റ് ആയിട്ട് സുപ്രീം കോടതിയുടെ ഒരു ജഡ്ജ്മെന്റ് ഒക്കെ ഉണ്ടായിരുന്നു. സ്റ്റേറ്റുകൾക്ക് മിനറലിന്റെ മേലെ ടാക്സ് ചെയ്യാൻ വേണ്ടി പറ്റുമെന്നാണ്. അതുമായി ബന്ധപ്പെട്ട് വന്ന ബില്ലാണ് എന്ന് കൂടി ഓർത്തു വെക്കുന്നതന്നെ. അപ്പൊ കർണാടക ഗവർണർ ഗെഹ്ലോട്ട് അദ്ദേഹം ഈ ഒരു കർണാടക മിനറൽ റൈറ്റ്സ് ആൻഡ് മിനറൽ ബിയറിംഗ് ലാൻഡ്
ടാക്സ് ബിൽ 2024 പ്രസിഡന്റിന്റെ അപ്രൂവലുണ്ട്. ഗവർണർക്ക് അപ്രൂവൽ ചെയ്യാമായിരുന്നു. അദ്ദേഹം പക്ഷേ അത് കുറച്ചുകൂടി രാജ്യത്തിന്റെ താല്പര്യങ്ങൾ കൂടി പരിശോധിക്കണം, അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റിന്റെ അഭിപ്രായം കൂടി അറിയണം എന്നുള്ള രീതിയിൽ പ്രസിഡന്റിനെ റിസർവ് ചെയ്തു. അതായത് ഒരു ടൺ മിനറലിന് 20 രൂപ മുതൽ 100 രൂപ വരെ ടാക്സ് ചെയ്യുന്ന രീതിയിലാണ് വരുന്നത്. വ്യത്യസ്ത മിനറലിന് വ്യത്യസ്ത റേറ്റ് ആണ്. ഇതുവഴി 4207 കോടിയോളം രൂപ സ്റ്റേറ്റിന് റേസ് ചെയ്യാൻ വേണ്ടി പറ്റും എന്നാണ് കരുതുന്നത്. അതുപോലെ തന്നെ ഓരോ വർഷവും 505 കോടിയോളം രൂപ റേസ് വർദ്ധിപ്പിക്കാൻ വേണ്ടി പറ്റും എന്നുള്ള രീതിയിൽ. അപ്പോൾ ഗവർണർ ഈ ഒരു ബില്ല് പരിശോധിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു സെൻട്രൽ ഗവൺമെന്റിന്റെ നിയമങ്ങളായിട്ടുള്ള എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആക്ട്, ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട്, മൈൻസ് ആൻഡ് മിനറൽസ് ഡെവലപ്മെന്റ് ആൻഡ് റെഗുലേഷൻ ആക്ട് ഇവയുടെയൊക്കെ ഒരു 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 ബാധിക്കുന്ന ഒരു വിഷയമാണ്. അതുകൊണ്ട് തന്നെ ഇത് പ്രസിഡന്റിന്റെ സെൻട്രൽ ഗവൺമെന്റിന്റെ താല്പര്യം അനുസരിച്ച് പ്രസിഡന്റിന്റെ ഒപ്പ് വാങ്ങട്ടെ എന്നുള്ള രീതിയിൽ അദ്ദേഹം ഇത് റിസർവ് ചെയ്തു എന്നുകൂടിയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിന്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഈ ഒരു ബില്ല് 2005 മുതലുള്ള നികുതി ഈടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രൊവിഷൻ കൂടി വെച്ചിട്ടുണ്ട് എന്ന് കൂടി ഓർത്ത് വെക്കുക. റീസെന്റ് ആയിട്ട് സുപ്രീം കോടതിയുടെ റൂളിംഗ് ഉണ്ടായിരുന്നു, ഇത്തരത്തിലുള്ള മിനറൽ എക്സ്ട്രാക്ട് ചെയ്യുന്ന സ്ഥലത്ത് സ്റ്റേറ്റ് ഗവൺമെന്റിനും അവരുടെ ടാക്സ് ഈടാക്കാം എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഇത് റോയൽറ്റീനെയും നാഷണൽ മിനറൽ എക്സ്പ്ലോയിറ്റേഷൻ ഫണ്ട് ട്രസ്റ്റ് ഫണ്ടുകളെയും ഡിസ്ട്രിക്ട് മിനറൽ ഫൗണ്ടേഷൻ ലാൻഡ് റിലേറ്റഡ് ലെവീസിനെയൊക്കെ ബാധിക്കുന്ന രീതിയിലുള്ള ഒരു ബില്ലാണ് എന്ന് കൂടി ഓർത്തു വെക്കണം. ഈ ഒരു ബില്ലിനെ ഓൾറെഡി ഇന്ത്യൻ മിനറൽ ഇൻഡസ്ട്രീസും സൗത്തേൺ റീജിയൻ ഓൾറെഡി ഒബ്ജക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് കൂടി ഓർത്തു വെക്കുക. കാരണം അവരുടെ മേലെ അധിക നികുതി ചുമത്തുന്ന ഒരു ബില്ലാണ് എന്ന് കൂടി ഓർത്തു വെക്കാം. അടുത്തത് GSTയുമായി ബന്ധപ്പെട്ട് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി നടത്തിയ കുറച്ച് കമന്റുകൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഒരു എഡിറ്റോറിയൽ ആണ്. അപ്പോൾ എന്തായിരുന്നു ഈ ഒരു എഡിറ്റോറിയൽ നമുക്ക് പറയുന്നത് എന്ന് നോക്കാം. റീസെന്റ് ആയിട്ട് ഈ ഒരു 19ാമത്തെ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ റിപ്പോർട്ട് വന്നപ്പോൾ GST റിജീമിനെ ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ടാക്സസിനെ സിംപ്ലിഫൈ ചെയ്യുക എന്നുള്ള രീതിയിലാണ് GST കൊണ്ടുവന്നതെങ്കിൽ അത് ആ ഒരു സിംപ്ലിഫിക്കേഷൻ എന്ന് പറയുന്ന ടാർഗറ്റിലേക്ക് എത്താൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഇൻഡയറക്റ്റ് ടാക്സ് റവന്യൂ 2% ഫൈനാൻഷ്യൽ ഇയർ 18ലും ഫൈനാൻഷ്യൽ 20ലും കുറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ GST കൊണ്ടുവന്നിട്ടുള്ള ആദ്യത്തെ 2 വർഷത്തെ സ്റ്റാറ്റസ് ആണ് ഇത് എന്ന് കൂടി ഓർത്തു വെക്കേണ്ടതായിരുന്നു. അപ്പോൾ അതിനുശേഷം ഓഡിറ്റിങ്ങിലും അതുപോലെ തന്നെ സ്റ്റേറ്റിന്റെ കോമ്പൻസേഷൻ ഫണ്ട് ഫൈനലൈസ് ചെയ്യുന്നതിലൊക്കെ ഒരുപാട് മിസ്കാൽക്കുലേഷൻ ഉണ്ട് എന്നുള്ള രീതിയിലും മറ്റുമൊക്കെയുള്ള പോയിന്റുകളും ഈ ഒരു പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ റിപ്പോർട്ടിലുണ്ട്. അതുപോലെ തന്നെ കൺട്രോളർ ആൻഡ് ഓഡിറ്ററി ജനറൽ പറഞ്ഞതുപോലെയുള്ള ഒരു കോമ്പൻസേഷൻ ഫണ്ട് സ്റ്റേറ്റുകൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സെൻട്രൽ ഗവൺമെന്റ് ഫെയിലിയർ ആയിട്ടുണ്ട് എന്നുള്ളതും ഇത് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങളെ അവരുടെ സാമ്പത്തിക നഷ്ടം ഉണ്ടായി, അതുകൂടാതെ ഇവരുടെ പ്രവർത്തനങ്ങളെ തന്നെ ബാധിക്കുന്ന സാഹചര്യത്തിലേക്ക് പോയി. ഉദാഹരണത്തിന് കേരളത്തിന്റെ ഒക്കെ അവസ്ഥ അത് തന്നെയാണെന്ന് ഓർത്തു വെക്കുന്നത്. അപ്പോൾ റവന്യൂ ജനറേറ്റിംഗ് സ്റ്റേറ്റുകൾ അൺഹാപ്പിയാണ്. കാരണം GST സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയാണ്. ഈ ഒരു സെൻട്രലൈസ്ഡ് ടെൻഡൻസി കാരണം സെൻട്രൽ ഗവൺമെന്റിന്റെ താല്പര്യത്തിനനുസരിച്ചുള്ള ഫണ്ട് കൊടുക്കുന്നതാണ്. സംസ്ഥാനങ്ങളുടെ ഫിസിക്കൽ ഓട്ടോണമി സാമ്പത്തികമായിട്ടുള്ള വിഷയത്തിൽ ഉണ്ടായിരുന്ന ആ ഒരു സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഇല്ലാതാവുന്ന സാഹചര്യമാണ്. കൂടാതെ സ്റ്റേറ്റുകൾക്ക് GST കോമ്പൻസേഷൻ ആക്ട് പ്രകാരം 2017 പ്രകാരം 14% ആനുവൽ ഗ്രോത്ത് റേറ്റ് ഉണ്ടാവും എന്നും ഉണ്ടാവുന്നില്ല എന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് കോമ്പൻസേഷൻ നൽകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ പലപ്പോഴും റിപ്പോർട്ടുകളും മറ്റുമൊക്കെ ഡിലേ ചെയ്തുകൊണ്ട് ഈ ഫണ്ടുകൾ കൃത്യമായിട്ട് നൽകുന്നില്ല എന്നാണ് പറയുന്നതായിട്ടുള്ളത്. പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി പറഞ്ഞത് 2447ഓളം ഇൻകൺസിസ്റ്റൻസി 32,577 കോടി രൂപയുടെ ഇൻകൺസിസ്റ്റൻസീസ് ആണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഫിനാൻസ് മിനിസ്ട്രിയുടെ കണക്കുകൾ പ്രകാരം. അതായത് കൃത്യമായിട്ട് ഓഡിറ്റ് ഒന്നും ചെയ്യാത്തത് കാരണം എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള ഫോർമലൈസ്ഡ് ആയിട്ടുള്ള ഒരു അപ്രോച്ചിലേക്ക് വരേണ്ടതായിട്ടുണ്ട് എന്നും കൃത്യമായിട്ടുള്ള CAG ഓഡിറ്റുകൾ കൺട്രോളർ ആൻഡ് ഓഡിറ്ററി ജനറൽ അപ്രോച്ച് കൊണ്ടുവരേണ്ടതാണ്. GSTന്റെ ഒരു സെക്കൻഡ് വേർഷൻ കൊണ്ടുവരണം എന്നാണ് പറയുന്നതായിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു ഗ്രേറ്റർ ഷെയർ സംസ്ഥാനങ്ങൾക്ക് 70 മുതൽ 80% വരെ സ്റ്റേറ്റുകൾ, നിലവിൽ 50-50 ആണ്, 70 മുതൽ 80% വരെ സ്റ്റേറ്റുകൾക്ക് കൊടുക്കണം എന്നുള്ള ഒരു ആവശ്യം കൂടി പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്ന് കൂടി ഓർത്തു വെക്കുന്നതായിട്ട്. അടുത്തത് നിലവിൽ ജിയോ പൊളിറ്റിക്കൽ മേഖലയിൽ അല്ലെങ്കിൽ വേൾഡ് പൊളിറ്റിക്സിലെ ഇന്ത്യയുടെ റോളിനെ കുറിച്ചും ഇന്ത്യയുടെ കാഴ്ചപ്പാടുകളെ കുറിച്ചും ഒക്കെയാണ് ഓഥർ ഇവിടെ പരിശോധിക്കാൻ വേണ്ടി പോകുന്നതായിട്ടുള്ളത്. ഇപ്പോൾ യുണൈറ്റഡ് നേഷൻസിലേക്കുള്ള പെർമനന്റ് അംബാസഡർ ആയിരുന്നു ഈ ഒരു ഓഥർ എന്ന് കൂടി ഓർത്തു വെക്കേണ്ടതാണ്. അപ്പോൾ റീജിയണൽ കോൺഫ്ലിക്റ്റുകൾ ഇന്ത്യ പലപ്പോഴും ഇടപെടാൻ ശ്രമിച്ചു. ഉദാഹരണത്തിന് ബംഗ്ലാദേശ് കോൺഫ്ലിക്റ്റിൽ ഇന്ത്യ ഇടപെട്ട് ബംഗ്ലാദേശ് ലിബറേഷൻ വാറിൽ ഇന്ത്യ ബംഗ്ലാദേശിനെ സ്വതന്ത്രമാക്കിയിട്ടുണ്ടായിരുന്നു. മാലദ്വീപ്സിൽ 1988 ഇഷ്യൂസ് ഉണ്ടായപ്പോൾ ഇന്ത്യ ഇടപെട്ടിട്ടുണ്ടായിരുന്നു. ശ്രീലങ്കയിൽ LTTE ഡിഫീറ്റ് ചെയ്യാനൊക്കെ ഇന്ത്യ സഹായിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗ്ലോബൽ പബ്ലിക് ഗുഡിലേക്കും ഇന്ത്യ, ഉദാഹരണത്തിന് COVID-19 സമയത്ത് വാക്സിൻ മൈത്രി എന്ന പേരിൽ ലോകരാജ്യങ്ങളിലേക്ക് വാക്സിൻ എത്തിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. സോളാർ എനർജീന്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ഇന്റർനാഷണൽ സോളാർ അലയൻസ് ഇന്ത്യ
തുടങ്ങിയിട്ടുണ്ട്. ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ ഷെയർ ചെയ്യുന്നുണ്ട്. ഇ ഗവേണൻസ് ഷെയർ ചെയ്യുന്നുണ്ട്. ഡിസാസ്റ്റർ റെസ്പോൺസുമായി ബന്ധപ്പെട്ട് ഇന്ത്യയെ സഹായിക്കും. ഉദാഹരണത്തിന് മ്യാൻമാറിൽ എർത്ത് ക്വാക്ക് ഉണ്ടായി. ഇന്ത്യ അവിടത്തേക്ക് ഡിസാസ്റ്റർ റെസ്പോൺസിന്റെ ഭാഗമായിട്ട് ഭക്ഷണവും മറ്റു സാധനങ്ങളൊക്കെ അയച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യ റീജിയണൽ ആയിക്കോട്ടെ ഗ്ലോബൽ പീസ് എഫേർട്ടിലായിക്കോട്ടെ കൃത്യമായിട്ട് ഇടപെടുന്ന ഒരു രാജ്യമാണ് എന്ന് നമുക്ക് കാണാൻ പറ്റും. എന്നാൽ 2000-ന് ശേഷം ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ഫോക്കസ് രാജ്യത്തിന്റെ എക്കണോമിക് ഗ്രോത്തിലേക്ക് തിരിഞ്ഞിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ഇന്ത്യ ഒരു 5th ലാർജസ്റ്റ് എക്കണോമി ആയിട്ട് നമുക്ക് മാറാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഇന്ത്യ പരമാവധി കോൺഫ്ലിക്റ്റുകളിൽ ഇടപെടാതിരിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. മാക്സിമം മാറി നിന്നുകൊണ്ട് ഒരു തേർഡ് പാർട്ടിയായി നിന്നുകൊണ്ട് നിൽക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. ഇത് സ്വാഭാവികമായിട്ടും ഇന്ത്യയുടെ റീജിയണൽ ഡൈനാമിക്സിനെ ഡീസ്റ്റബിലൈസ് ചെയ്ത് ഇന്ത്യയുടെ തൊട്ടടുത്തുള്ള ഇന്ത്യയുമായിട്ട് വളരെ ബന്ധം പുലർത്തിയ രാജ്യങ്ങളൊക്കെ ഇന്ന് അകന്നു പോകുന്ന സാഹചര്യത്തിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അതുപോലെ ഇന്ത്യ നോൺ അലൈൻമെന്റ് എന്ന് പറയുന്ന മൂവ്മെന്റിൽ നിന്ന് മാറിയിട്ട് മൾട്ടി അലൈൻമെന്റ് എന്ന് പറയുന്ന ഒരു ആശയത്തിലേക്ക്, രണ്ട് രാജ്യങ്ങളുടെ ഒരു അലൈൻമെന്റ് എന്നതിന് പകരം മൾട്ടി അലൈൻമെന്റ് മാറിയിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ചും ഈ ഒരു ഗ്ലോബൽ അംബീഷൻസിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ട്, ലോകത്ത് ഒരു പവർഫുൾ രാജ്യമായി മാറുക എന്നുള്ള ലക്ഷ്യത്തിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ടാണ്. അതേസമയത്ത് നമ്മുടെ അയൽ രാജ്യങ്ങളെ കൂടുതൽ ശ്രദ്ധിക്കാൻ നമുക്ക് പറ്റിയില്ല. അത് നമുക്ക് ഈ ഒരു റീജിയണലി കുറച്ച് ഇഷ്യൂസ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇന്ത്യ UNSCയിൽ ഒരു UN സെക്യൂരിറ്റി കൗൺസിൽ ഒരു പെർമനന്റ് സീറ്റിന് വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ആ ഒരു പൊളിറ്റിക്കൽ എൻഗേജിന്റെ ഭാഗമായിട്ട് ഗ്ലോബലി ഒരു പവർഫുൾ കൺട്രി ആണെന്ന് ഇന്ത്യക്ക് സ്ഥാപിക്കാൻ അത്തരത്തിൽ പറ്റും എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഉക്രൈൻ വാർ സമയത്തൊക്കെ ഇന്ത്യ വളരെ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റാൻഡാണ് എടുത്തുള്ളത്. UNSCയുടെ വോട്ടിങ്ങിലൊക്കെ ഇന്ത്യ മാറി നിന്നിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ചും ഡെവലപ്പിംഗ് നാഷൻസ് കുറച്ചുകൂടി ന്യൂട്രൽ ആയിട്ടുള്ള ഒരു പൊസിഷൻ എടുക്കണം എന്നുള്ള ഒരു ഐഡിയ ആണ് ഇന്ത്യ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. ഇന്ത്യ ഈവൻ റിമെയിൻ പാസീവ് ആണെങ്കിൽ പോലും ഇന്ത്യക്ക് പ്രത്യേകിച്ചും തുർക്കി, സൗദി അറേബ്യ, അതുപോലെ ഖത്തർ തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരൊക്കെ ആക്റ്റീവായിട്ട് ഈ ഒരു മീഡിയേറ്റിംഗ് ഇൻഫ്ലുവൻസ് എടുക്കുന്നുണ്ടായിരുന്നു. ഇന്ത്യയും പിന്നീട് ഈ ഒരു മീഡിയേഷൻ പ്രോസസ്സിലേക്ക് ചേർന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇന്ത്യ ഇത്തരത്തിൽ പോയാൽ മതിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യ എന്തായാലും റീജിയണൽ ഗ്രൂപ്പിങ്ങളെ സ്ട്രെങ്തൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ പോലുള്ള ഓർഗനൈസേഷനുകളിൽ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ കൺട്രീസുമായി കണക്ട് ചെയ്യുക. അതുപോലെ തന്നെ RCEP റീജിയണൽ കോംപ്രഹെൻസീവ് എക്കണോമിക് പാർട്ട്ണർഷിപ്പ് പോലുള്ള ലേക്ക് ഇന്ത്യ ഇൻവോൾവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യ മറ്റ് രാജ്യങ്ങൾ നമ്മളെ ഇൻവൈറ്റ് ചെയ്യുന്നതിന് വേണ്ടി കാത്തുക്കുന്നതിന് പകരം കൂടുതൽ രാജ്യങ്ങളുമായിട്ട് പീസ് ബിൽഡിംഗ് മെഷേഴ്സ്, അവരുമായിട്ടുള്ള ഡിപ്ലോമാറ്റിക് റിലേഷൻസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഇന്ത്യയുടെ ആ ഒരു ലെവറേജിനെ യൂസ് ചെയ്തുകൊണ്ട്, ക്രെഡിബിലിറ്റി യൂസ് ചെയ്തുകൊണ്ട് വിവിധ രാജ്യങ്ങളുമായിട്ട് ബന്ധം കീപ്പ് ചെയ്യാൻ, ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ കുറെ കൂടി കോമ്പറ്റീറ്റീവ് ആയിട്ട് ലോകം മാറുകയാണ്. എക്കണോമിക് റീഫോംസ് ഒക്കെ വരുമ്പോൾ കുറെ കൂടി എക്കണോമിയും കുറെ കൂടി കോമ്പറ്റീറ്റീവായി മാറുകയാണ്. അപ്പോൾ ഇന്ത്യ ആ രീതിയിലേക്ക് ഉയർന്നു വരേണ്ടതാണ്. അതിന് ട്രേഡ് എഗ്രിമെന്റുകളും മറ്റുമൊക്കെ വച്ച് മുന്നോട്ട് പോകണം എന്നാണ് ഓതർ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത്. അത് കാലം മാറുന്നതിനനുസരിച്ച് നമ്മുടെ രാജ്യം അതിനനുസരിച്ചുള്ള പോളിസി ചേഞ്ചസ് ഉണ്ടാക്കേണ്ടതായിട്ടുണ്ട് എന്നാണ് ഓതർ ഹൈലൈറ്റ് ചെയ്യുന്നത്. അടുത്തത് ഈ ഒരു ആഫ്രിക്കൻ ന്യൂക്ലിയർ എനർജി മാർക്കറ്റിലേക്ക് ചൈന എടുക്കുന്ന അഡ്വാൻറ്റേജസ് പൊസിഷനും ഇത് ഇന്ത്യ മറ്റു രാജ്യങ്ങൾക്ക് എങ്ങനെയാണ് ഒരു ഭീഷണിയായി മാറുന്നതെന്നാണ് ഓതർ ഇവിടെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത്. അപ്പോൾ റഷ്യ ഉക്രൈൻ വാർ വന്നപ്പോൾ പല രാജ്യങ്ങൾക്കും മനസ്സിലായി എനർജി സെക്യൂരിറ്റി വളരെ ക്രിട്ടിക്കലാണ്. കാരണം യൂറോപ്പിലേക്ക് ഭൂരിഭാഗം എനർജി റിക്വയർമെന്റ് നൽകിയിരുന്നത് റഷ്യ ആയിരുന്നു. പക്ഷെ ഉക്രൈൻ യുദ്ധം വന്നപ്പോൾ യൂറോപ്പ് റഷ്യയെ നിന്ന് എനർജി എടുക്കാതായി. അപ്പോൾ സ്വാഭാവികമായിട്ടും റഷ്യൻ യൂറോപ്യൻ രാജ്യങ്ങളിൽ എനർജി ക്രൈസിസ് ഡെവലപ്പ് ചെയ്യുന്ന സാഹചര്യമാണ്. ഇത് പിന്നീട് അമേരിക്കയാണ് നൽകിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ആഫ്രിക്കൻ നാഷൻസ് ഒക്കെ അവർ ന്യൂക്ലിയർ എനർജിയിലേക്ക് മാറാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ആഫ്രിക്കയിൽ ഓർത്ത് വെക്കുക, ഒരേ ഒരു ന്യൂക്ലിയർ പ്ലാന്റ് മാത്രമേ ഉള്ളൂ, അത് സൗത്ത് ആഫ്രിക്കയിലാണ്. പക്ഷെ കൂടുതൽ കൺട്രീസ് ഘാനയും നൈജീരിയയും സുഡാനും റുവാണ്ടും കെനിയും സാംബിയ എല്ലാം തന്നെ ന്യൂക്ലിയർ എനർജി അവരുടെ രാജ്യത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുകയാണ്. 2035 ആഫ്രിക്ക 15,000 മെഗാവാട്ട് എങ്കിലും ന്യൂക്ലിയർ എനർജി വരെ ഡെവലപ്പ് ചെയ്യണമെന്നും അതിനു വേണ്ടിയിട്ട് ഏകദേശം $105 ബില്യൺ ഇൻവെസ്റ്റ്മെന്റ് അവർ മാറ്റി വെക്കുന്നുണ്ട് എന്ന് ഓർത്ത് വെക്കേണ്ടതാണ്. അപ്പോൾ ഓർത്ത് വെക്കുക, നിലവിൽ ഈ ഒരു ന്യൂക്ലിയർ എനർജി മേഖലയിൽ വളരെ പവർഫുൾ ആയിട്ടുള്ള കൺട്രീസ് ഉണ്ട്. ഫ്രാൻസ് ഉണ്ട്. ഫ്രാൻസ് ന്യൂക്ലിയർ മാർക്കറ്റിൽ, ആഫ്രിക്കയിലെ ന്യൂക്ലിയർ മാർക്കറ്റിൽ ഡൊമിനേറ്റിംഗ് ആണ്. പക്ഷെ അവിടെ ഇൻഫ്ലുവൻസ് കുറഞ്ഞു വരുവാണ് എന്നുകൂടി ഓർത്ത് വെക്കേണ്ടതായിരുന്നു. അടുത്താണ് റഷ്യ എന്ന് പറയുന്നതായിട്ട്. റഷ്യ ഈജിപ്തുമായിട്ട് എഗ്രിമെന്റ് വെച്ചിട്ടുണ്ട്. മാലിയുമായിട്ടും ബുർക്കിന ഫാസോയായിട്ടും ബുറുണ്ടിയുമായിട്ടൊക്കെ എഗ്രിമെന്റ് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എൽദബയിലും ഈജിപ്തിലും ഒക്കെ റിയാക്ടേഴ്സ് ബിൽഡ് ചെയ്യുന്നുണ്ട് എന്ന് ഓർത്ത് വെക്കേണ്ടതാണ്. ചൈന ഇന്നൊരു ലീഡറായിട്ട് എമേർജ് ചെയ്യുകയാണ്. നൈജീരിയ, ഉഗാണ്ട, ഘാന തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങളുമായിട്ടൊക്കെ ന്യൂക്ലിയർ പ്ലാന്റുകൾ സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടും ഇലക്ട്രിസിറ്റി ട്രാൻസ്മിഷൻ നെറ്റ്വർക്കുകൾ സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഡിസ്കഷൻ ചൈനയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. അതേപോലെ തന്നെ സൗത്ത് കൊറിയയും US എല്ലാം തന്നെ ഈ ഒരു ആഫ്രിക്കയിലേക്ക് കടന്നു വരുന്നുണ്ട്. സൗത്ത് കൊറിയയും പ്രത്യേകിച്ച് റിയാക്ടേഴ്സിലും US പ്രത്യേകിച്ച് സ്മോൾ മോഡുലാർ റിയാക്ടേഴ്സും പ്രൊമോട്ട് ചെയ്യുന്നതിനാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നതെന്ന് ഓർത്ത് വെക്കുക. ഈ ഒരു സമയത്ത് ഇന്ത്യയുടെ നോക്കുമ്പോൾ ചൈനയുടെ ഡൊമിനൻസ് ആണ് നമുക്ക് ആഫ്രിക്കയിൽ കാണാൻ പറ്റുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഇന്ത്യയുടെ എനർജി സെക്യൂരിറ്റിക്കും അംബീഷൻസിനും ഒക്കെ ഇതൊരു വലിയ ടാർഗറ്റാണ്. കാരണം ഗ്ലോബൽ ന്യൂക്ലിയർ എനർജി ലീഡർഷിപ്പിലേക്ക് കടന്നു വരാൻ ഇന്ത്യക്ക് പറ്റുന്നില്ല എന്നുള്ളതാണ്. ഇന്ത്യ ന്യൂക്ലിയർ എനർജിയിൽ 2047 100 ഗിഗാവാട്ട് ജനറേറ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നതായിട്ടുള്ളത്. ഇതിന് ആഫ്രിക്കയിൽ നിന്നാണ് ഇന്ത്യക്ക് യുറേനിയം വേണ്ടതായിട്ടുള്ളത്.
അതിനു വേണ്ടിയിട്ട് നമീബിയയുമായി ബന്ധപ്പെട്ടും നൈജറുമായി ബന്ധപ്പെട്ടൊക്കെ ഡിസ്കഷൻസ് നടന്നിട്ടുണ്ട്. പക്ഷെ ചൈന അവിടെ പോവുകയാണ്, അവർക്ക് യുറേനിയം റിക്വയർമെന്റ് കൂടുതൽ വരികയാണെങ്കിൽ ഇന്ത്യക്ക് യുറേനിയം സപ്ലൈ കുറയാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ആഫ്രിക്കൻ രാജ്യങ്ങളിലെ ന്യൂക്ലിയർ ഇൻഫ്രാസ്ട്രക്ചറിൽ ചൈനക്ക് കൺട്രോൾ വരുമ്പോൾ, ട്രാൻസ്മിഷൻ നെറ്റ്വർക്കുകളിൽ ചൈനക്ക് കൺട്രോൾ വരുമ്പോൾ അത് ഇന്ത്യയുടെ ഇൻഫ്ലുവൻസ് കുറയുകയും ഇന്ത്യക്ക് ഒരു അൺസർട്ടനിറ്റി ഫീൽഡിലേക്ക് വരാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും ക്രിട്ടിക്കൽ റിസോഴ്സസ് കിട്ടാത്തൊരവസ്ഥയിലേക്ക് പോകാം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇന്ത്യയും കൃത്യമായിട്ട് സ്ട്രാറ്റജിക് ആയിട്ട് റെസ്പോണ്ട് ചെയ്യേണ്ട ഒരു സാഹചര്യം എന്നാണ് പറയുന്നത്. ന്യൂക്ലിയർ കോർപ്പറേഷനിലെ ആഫ്രിക്കൻ രാജ്യങ്ങളുമായിട്ട് സഹകരിക്കുക, അവർക്ക് ടെക്നോളജി ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുക, അവർക്ക് യുറേനിയം മൈനിങ്ങിനും ജോയിന്റ് വെഞ്ചേഴ്സും മറ്റുമൊക്കെ ബിൽഡപ്പ് ചെയ്ത് കൂടുതൽ യുറേനിയം മൈൻ ചെയ്യാൻ സഹായിക്കുക. കൂടാതെ രാജ്യങ്ങളുമായിട്ടുള്ള ഡിപ്ലോമാറ്റിക് ടൈപ്സ് മെച്ചപ്പെടുത്തിക്കൊണ്ട് ഈ ഒരു ഇന്ത്യയുടെ ന്യൂക്ലിയർ എക്സ്പെർട്ടൈസിനെ രാജ്യങ്ങളുമായിട്ട് സഹകരിച്ചുകൊണ്ട് ചൈനയുടെ കോമ്പിറ്റൻസിനെ കോമ്പീറ്റ് ചെയ്യുന്ന രീതിയിൽ, ചൈനയുടെ ഗ്രോത്തിനെ കോമ്പീറ്റ് ചെയ്യുന്ന രീതിയിൽ ഇന്ത്യ പ്രവർത്തിക്കേണ്ടതായിട്ടുണ്ട്. ആഫ്രിക്കയിലെ ഗ്രീൻ എനർജി സെക്ടറിൽ അല്ലെങ്കിൽ ക്ലീൻ എനർജി സെക്ടറിൽ ഇന്ത്യ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇന്ത്യയുടെ ഗ്ലോബൽ എനർജി സെക്യൂരിറ്റി ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട് ആഫ്രിക്കയ്ക്ക് ഇന്ത്യ ആവശ്യമായിട്ടുള്ള സപ്പോർട്ട് നൽകേണ്ടതിനെ കുറിച്ചാണ് ഓദർ ഹൈലൈറ്റ് ചെയ്യുന്നതെന്ന് കൂടി ഓർത്തുവെക്കുന്നതാണ്. അടുത്തൊരു വാർത്ത, US നമ്മുടെ മേലെ താരിഫ് റൈസ് ചെയ്ത കാര്യം നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇന്ത്യ തിരിച്ച് താരിഫ് റൈസ് ചെയ്യാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാർത്തയാണ്. അമേരിക്കയുടെ റെസിപ്രോക്കൽ പ്രൊഡക്റ്റ് താരിഫ് കാരണം നിലവിൽ ഇന്ത്യയിൽ അമേരിക്കയിൽ നിന്നുള്ള പ്രൊഡക്റ്റുകൾ ഇന്ത്യയിൽ നിന്നുള്ള പ്രൊഡക്റ്റുകൾ അമേരിക്കയിൽ ഇറക്കുമതി ചെയ്യുമ്പോൾ 2.7% ആവറേജ് ഇമ്പോർട്ട് ഡ്യൂട്ടി വരുന്നെങ്കിൽ അത് 15.7%, അതായത് 13% വർധനവ്, സാധനങ്ങളുടെ വില 13% വർദ്ധിക്കുന്ന സാഹചര്യമാണ് എന്നുകൂടി ഓർത്തുവെക്കുന്നതാണ്. പക്ഷെ തിരിച്ച് ഇന്ത്യ താരിഫ് വർദ്ധിപ്പിക്കില്ല എന്നാണ് കരുതുന്നത്. മറിച്ച് ഇന്ത്യ നോൺ താരിഫ് ബാരിയേഴ്സിന് മേലെ ഫോക്കസ് ചെയ്യും എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നതായിട്ടുള്ളത്. US താരിഫ് വർദ്ധിച്ചപ്പോൾ 13% താരിഫ് വർധന വരുന്നതായിട്ടുള്ളത്. 2.7 15.7 ആവുന്നു, 13% വർധനവാണ്. അപ്പോൾ ഇതിനെ കൗണ്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ത്യയുടെ പ്രൊഡക്റ്റുകളുടെ സാധനങ്ങളുടെ വില 13% വർദ്ധിക്കുന്ന സാഹചര്യമാണ്. ഇതിനെ കൗണ്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് USന്റെ പർച്ചേസുകളുടെ വില ഇന്ത്യ നോൺ താരിഫ് ബാരിയേഴ്സ്, അതായത് ടാക്സ് വർദ്ധിപ്പിക്കില്ല, അതിന് വേണ്ടിയിട്ട് ലിമിറ്റേഷൻസ് വെക്കുന്ന രീതിയിലാണ് ഇന്ത്യ ഉദ്ദേശിക്കുന്നത് കൂടി ഓർത്തുവെക്കുന്നത്. അപ്പോൾ ഇന്ത്യയുടെ എക്സ്പോർട്ടിന്റെ 18% US-ലേക്കാണ് പോകുന്നത്. പക്ഷേ US-ന്റെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ US-ന്റെ എക്സ്പോർട്ടിന്റെ വെറും 1.6% മാത്രമാണ് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നത് എന്ന് കൂടി ഓർത്തുവെക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്യുന്നത്, ഇന്ത്യയിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്യുന്നതിൽ ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്യുന്നത് അഗ്രികൾച്ചറൽ എക്സ്പോർട്ടുകളാണ് എന്ന് കൂടി ഓർത്തു വെക്കേണ്ടതായിട്ട്. കാരണം ഇന്ത്യ US-ൽ നിന്ന് വരുന്ന അഗ്രികൾച്ചർ പ്രൊഡക്റ്റുകളിൽ 40% ഇമ്പോർട്ട് ഡ്യൂട്ടി ഉണ്ട്. ഇന്ത്യയിൽ നിന്നുള്ളതിന് US-ൽ 2.9% ഇത് വർദ്ധിക്കുന്ന സാഹചര്യമാണ് എന്നുകൂടി ഓർത്തു വെക്കേണ്ടതായിട്ടുണ്ട്. അടുത്തൊരു വാർത്ത എന്ന് വെച്ചാൽ ഇന്ത്യയുടെ കോർ സെക്ടർ ഗ്രോത്ത് ഫെബ്രുവരിയിലെ ഡാറ്റ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കോർ സെക്ടർ ഗ്രോത്ത് കുറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള വാർത്തയാണ് വരുന്നതായിട്ടുള്ളത്. നമുക്ക് നോക്കാം എന്താണ് കോർ സെക്ടറുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് എന്നുള്ളത്. ഇന്ത്യയിൽ 8 കീ ഇൻഫ്രാസ്ട്രക്ചർ സെക്ടേഴ്സ് ആണ്, അതിനെയാണ് 8 കോർ സെക്ടേഴ്സ് എന്ന് വിളിക്കുന്നത്. ഫെബ്രുവരിയിൽ അത് 2.9% ഗ്രോത്ത് കുറയുകയാണ് ചെയ്തത്. കഴിഞ്ഞ 5 മാസത്തിൽ ഏറ്റവും കുറവാണെന്ന് ഓർത്തു വെക്കുന്നത് തന്നെ. അപ്പോൾ ജാനുവരിയിൽ നിന്ന് ഫെബ്രുവരിയിലേക്ക് നോക്കുമ്പോഴാണ് വലിയ കുറവ്, 7.1% ഗ്രോത്ത് കുറവുണ്ട്. അതേസമയത്ത് കഴിഞ്ഞ വർഷവുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 5.1% ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ക്രൂഡ് ഓയിലും നാച്ചുറൽ ഗ്യാസ് പ്രൊഡക്ഷനും നെഗറ്റീവ് ഗ്രോത്തിലേക്ക് പോയിട്ടുണ്ട്. കോൾ, റിഫൈനറി പ്രൊഡക്ട്സ്, സ്റ്റീൽ, ഇലക്ട്രിസിറ്റിയിൽ കഴിഞ്ഞതിനേക്കാൾ കുറഞ്ഞതായിട്ടുണ്ട്. ഫെർട്ടിലൈസറും സിമെന്റ് പ്രൊഡക്ഷനും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. 10%-നടുത്ത് വർധനം ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കുന്നത് തന്നെ. അപ്പോൾ കോർ സെക്ടർ ഗ്രോത്ത് ഏപ്രിൽ ടു ഫെബ്രുവരി എന്ന് പറയുന്നത് 4.4% ആയിരുന്നു എന്നുകൂടി ഓർത്തു വെക്കേണ്ടതായിട്ട്. കഴിഞ്ഞ വർഷത്തേക്കാൾ 7.8% കുറവാണെന്ന് ഓർത്തു വെക്കുക. അപ്പോൾ കോർ സെക്ടർ എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷന്റെ ഇൻഡെക്സിലേക്ക് 40.27% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതാണ്. സോ കോർ സെക്ടർ കുറഞ്ഞു വെച്ചാൽ ഇന്ത്യയുടെ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ കുറഞ്ഞു എന്നുള്ള രീതിയിൽ നമുക്ക് അനുമാനിക്കാവുന്നതാണ് എന്ന് കൂടി ഓർത്തു വെക്കുന്നതിന്റെ. അടുത്തത് ചൈനയുമായിട്ട് ബംഗ്ലാദേശ് കൂടുതൽ അടുക്കാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ടുള്ള വാർത്തയാണ്, അല്ലെങ്കിൽ അടുത്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ചും ബംഗ്ലാദേശിന്റെ ടീസ്ത റിവർ പ്രൊജക്ട്, ഇതൊക്കെ ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ ഡിസ്പ്യൂട്ട് ഉള്ളതാണ്. ടീസ്ത റിവർ വാട്ടർ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ആ ടീസ്ത പ്രൊജക്റ്റിൽ ചൈന ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നു എന്നുള്ള വാർത്തകളാണ് വരുന്നതായിട്ടുള്ളത്. അപ്പോൾ ബംഗ്ലാദേശ് ചൈന ഈ ഒരു ടീസ്ത റിവർ പ്രൊജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാം എന്ന് പറഞ്ഞതിന്, ടീസ്ത റിവർ മാനേജ്മെന്റ് ആൻഡ് റിസ്റ്റോറേഷൻ പ്രൊജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാം എന്ന് പറഞ്ഞതിനെ ബംഗ്ലാദേശ് വെൽക്കം ചെയ്തു എന്നുള്ളതാണ്. ഇതിന്റെ ഭാഗമായിട്ട് ചൈനയും ബംഗ്ലാദേശും തമ്മിലുള്ള ചർച്ചകൾ നടക്കുകയും യാർലുങ് സാങ്പോ അല്ലെങ്കിൽ ജമുന അല്ലെങ്കിൽ ബ്രഹ്മപുത്ര നദിയിൽ അവർ പണിയാൻ പോകുന്ന ഡാമുമായി ബന്ധപ്പെട്ട ഡാറ്റാസ് ഈ ഒരു ബംഗ്ലാദേശുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കൂടാതെ ഒരു ഫ്രീ ട്രേഡ് എഗ്രിമെന്റുമായി ബന്ധപ്പെട്ട ഡിസ്കഷൻസും ചൈനയും ബംഗ്ലാദേശും തമ്മിൽ നടക്കുന്നുണ്ട് എന്ന് ഓർക്കുക. കൂടാതെ ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവിന്റെ ഭാഗമായിട്ട് ഈ ഒരു ബംഗ്ലാദേശിൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റും ഇൻഡസ്ട്രിയൽ സപ്ലൈ ചെയിനും ഒക്കെ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഡിസ്കഷൻ നടക്കുന്നുണ്ട്. ഇതിന് പകരമായിട്ട് ചൈനയുടെ വൺ ചൈന
പോളിസി, അതായത് ടിബറ്റ്, തായ്വാൻ തുടങ്ങിയിട്ടുള്ളത് ചൈനയുടെ ഭാഗമാണെന്ന് പറയുന്നതാണ് ചൈനയുടെ വൺ ചൈന പോളിസി. ഈ ഒരു പോളിസിയെ ബംഗ്ലാദേശ് സപ്പോർട്ട് ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ ബംഗ്ലാദേശിന് ഇൻഡിപെൻഡൻസും അതുപോലെ തന്നെ ഡെവലപ്മെന്റ് പാത്തിലും കൃത്യമായിട്ടുള്ള സപ്പോർട്ട് നൽകാമെന്ന് ചൈന തിരിച്ചു നൽകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. കൂടാതെ ചൈന ബംഗ്ലാദേശ് ഇൻവെസ്റ്റ്മെന്റ് എഗ്രിമെന്റിനെ കുറിച്ചുള്ള ഡിസ്കഷൻസ് നടന്നിട്ടുണ്ട് എന്ന് കൂടി ഓർത്ത് വെക്കണം. കൂടാതെ മോംഗ്ല പോർട്ട് മോഡേണൈസേഷൻ പ്രോജക്റ്റിലും ചൈനീസ് എക്കണോമിക് സോൺ ജിത്തോഗോങ്ങിൽ തുടങ്ങുന്നതിനുമായിട്ട് ചൈനീസ് കമ്പനികളെ ബംഗ്ലാദേശ് ഇൻവൈറ്റ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ നമ്മുടെ തൊട്ടടുത്തുള്ള രാജ്യമാണ് ബംഗ്ലാദേശ്. അവിടെ ചൈനീസ് കമ്പനികളുടെ സാന്നിധ്യം, ചൈനയുടെ സാന്നിധ്യം ഇന്ത്യക്ക് ഒരു ത്രെട്ട് തന്നെയാണ് ഓർത്തുക. രണ്ട് രാജ്യങ്ങളും 50 വർഷമായിട്ടുള്ള ഡിപ്ലോമാറ്റിക് ടൈസിന്റെ ആ ഒരു ആഘോഷം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ട് കൾച്ചറൽ, എഡ്യൂക്കേഷണൽ, എക്കണോമിക് എക്സ്ചേഞ്ചസ് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഡിസ്കഷൻ നടന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ബ്ലൂ എക്കണോമിയെ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി മാരിടൈം എഫേഴ്സ് കൂടുതൽ സ്ട്രെങ്തൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഡിസ്കഷൻസും നടന്നിട്ടുണ്ടായിരുന്നു എന്ന് കൂടി ഓർത്തു വെക്കുക. അപ്പോൾ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതുപോലെ നമ്മുടെ അയൽ രാജ്യങ്ങൾ ചൈനയുടെയും മറ്റുമൊക്കെ ഇൻഫ്ലുവൻസിലേക്ക് പോവുകയാണ്. സോ നമ്മുടെ രാജ്യം കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ട ഒരു സാഹചര്യത്തെ കുറിച്ചാണ് ഇവിടെ ഹൈലൈറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും ടോപ്പിക്കുകളാണ് ഇന്നേ ദിവസം ഉണ്ടായിരുന്നത്. കൃത്യമായിട്ട് മനസ്സിലാക്കുക, കൃത്യമായിട്ട് റിവിഷൻ ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്.